നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 26 നിർണായക ദിനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യത്തിൽ നിർണായക കോടതി തീരുമാനം വരുന്ന ദിനം. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും കൊള്ളരുതായ്മകൾ കേരള ഹൈക്കോടതിയിൽ നിരന്തരം ചോദ്യം ചെയ്യുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് മുന്നിൽ നിന്ന് അങ്കലാപ്പിലായിരിക്കുകയാണ് സർക്കാർ. സീസറിന്റെ ഭാര്യ വിശുദ്ധയായിരിക്കണമെന്ന വിധി ദേവൻ രാമചന്ദ്രൻ കൽപ്പിച്ചാൽ പിണറായിക്ക് അത് വലിയ തിരിച്ചടിയായി മാറും. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിനെ സമീപിച്ച സംഭവം മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. എന്താണ് ഹർജിയുടെ പിന്നിലെ ഉദ്ദേശമെന്നാണ് ഏവരുടെയും സംശയം. എന്തുകൊണ്ട് ഹർജി ദേവൻ രാമചന്ദ്രന്റെ മുമ്പിൽ തന്നെ എത്തി? കാരണം സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ജസ്റ്റിസാണ് ദേവൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ഈ ഒരു കേസ് എത്തിയിരിക്കുകയാണ്. ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നന്നായി അറിയുന്നവരാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുൻകൈ എടുത്തത്. മാസപ്പടി കേസിൽ KSIDCയുടെ നിശബ്ദത ദുരൂഹമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് വീണ വിജയന് കൂടുതൽ കുരുക്കായി. വിശദീകരണം നൽകണമെന്ന ROC നോട്ടീസ് KSIDC അവഗണിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ ആരോപണം. കേസുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രത്തിന്റെ മറുപടി സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ അടക്കം പുറത്തുവന്നതാണ്. മാസപ്പടി വിവാദത്തിൽ KSIDCയെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് ROC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. KSIDC പറഞ്ഞത് CMRLുമായി ദൈനംദിന ഇടപാടുകളില്ല എന്നാണ്. പക്ഷേ KSIDC നിർദ്ദേശിച്ച ഡയറക്ടറും CMRL ബോർഡിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഇത് CMRL രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ മറുപടിയിൽ വ്യക്തമാണ്. ഇക്കാര്യം കൊണ്ട് തന്നെ ഷെയർ ഹോൾഡർ എന്ന നിലയിൽ KSIDCക്ക് അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷോൺ ജോർജിന് പരാതി കിട്ടിയ ഉടൻ തന്നെ ROC എറണാകുളം യൂണിറ്റ് KSIDCയോട് വിശദീകരണം തേടിയിരുന്നു. 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും മറുപടി നൽകിയില്ല. സമയപരിധി അവസാനിപ്പിച്ചതിന് ശേഷമാണ് CMRLുമായി ഷെയർ ഹോൾഡർ എന്ന ബന്ധം മാത്രമാണ് ഉള്ളതെന്ന മറുപടി KSIDC നൽകിയത്. CMRLന്റെ രണ്ടാമത്തെ വലിയ ഷെയർ ഹോൾഡർ KSIDC ആണെന്നാണ് പരാതി. 13.4% ഓഹരിയും KSIDCക്ക് ഉണ്ടായിരുന്നു. ഈ ആരോപണത്തിന് KSIDC വ്യക്തമായി മറുപടി നൽകിയില്ല. അതിനെ തുടർന്നാണ് KSIDCയെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാമെന്ന് ROC ബാംഗ്ലൂർ യൂണിറ്റ് ശുപാർശ നൽകിയത്. വിഷയത്തിൽ പൊതു താൽപര്യമില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ KSIDCക്ക് കഴിയില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കേസ് 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിധി കൽപ്പിക്കുക എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.